വയനാട് പുൽപ്പള്ളി ചീയമ്പത്തിറങ്ങിയത് പുലി എന്ന വനംവകുപ്പ്. അർദ്ധരാത്രി പുലി ആടിനെ ആക്രമിച്ചിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിൽ പരിശോധന നടത്തുകയാണ്. സുർജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുർജിത, ഇന്ന് തന്നെ സുർജിത്തിന് അറിയാം രാവിലെ തൊട്ട് എത്ര ഈ വന്യമൃഗ ആക്രമണങ്ങളുടെ വാർത്തയാണ് സുർജിത്ത് റിപ്പോർട്ട് ചെയ്തതെന്ന്. ഇപ്പോൾ ഈ പുലിയാണ് ചീയമ്പത്ത് ഇറങ്ങിയതെന്ന് സ്ഥിരീകരണമുണ്ടായിരിക്കുന്നു. വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന നടന്നു. അതായത് ഈ ആക്രമണം നടത്തിയ ആടിനെ പരിശോധിച്ചു. ഇതിൽ നിന്നാണ് പുലിയാണ് ആക്രമിച്ചത് എന്നുള്ള തരത്തിലുള്ള വിവരം വ്യക്തമാവുന്നത്. വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണ് ചീയമ്പം. അവിടെയാണ് ഇങ്ങനെ ആനപ്പന്തി ഉന്നതിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രിയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് കരുതുന്നത്. മാലതി ബൊമ്മൻ എന്നയാളുടെ ആടിനെയാണ് ആക്രമിച്ചത്. ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ ധാരണ ആയിട്ടുണ്ടെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഈ ചീയമ്പത്തിന്റെ 67 എന്ന് പറയുന്ന തൊട്ട് അടുത്തുള്ള പ്രദേശത്താണ് കടുവ ഇറങ്ങിയ ഒരു പോത്തിനെ കൊന്നത്. അതേ കടുവ തന്നെയാണ് ഈ മാരൻ എന്ന് പറയുന്ന ദേവർഗദ്ദ സ്വദേശിയെ ആക്രമിച്ചത്. വണ്ടിക്കടവ് എന്നുള്ള പരിസരത്ത് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ആ കടുവയെ പിന്നീട് കൂടുവെച്ച് പിടികൂടാൻ വേണ്ടി കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് വീണ്ടും പുലിശല്യം ഉണ്ടാവുന്നത്. പലയിടത്തും പുൽപ്പള്ളി മേഖലയിൽ കടുവാശല്യവും ഉണ്ട്. കടുവയെ കാണുന്നുണ്ട് എന്നുള്ളത് പലരും പറയുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇങ്ങനെ ഒരു വലിയ ആശങ്ക ഈ ഒരു ഫെബ്രുവരി മാസം പ്രചരണകാലം കഴിയുന്നതുവരെ വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. ആ തരത്തിൽ തന്നെയാണ് വയനാട് ജില്ല മുന്നോട്ട് പോകുന്നത്. പല ഭാഗങ്ങളിലും ഈ ശല്യം തുടരുന്ന ഒരു സ്ഥിതി ഉണ്ട്. സുർജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.